ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ബൈനോമിയൽ പോയിസൺ ആൻഡ് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതായത് മൂന്ന് തരം ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രോബബിലിറ്റിയാണ്. അതായത് നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് നടത്തുകയാണെങ്കിൽ അതിലൊരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് സക്സസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്ന് പറയുന്നതാണ് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒന്നിക്ക് ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടൈൽ കിട്ടും. അപ്പോൾ നമ്മൾ ട്രയൽസ് നടത്തിയെന്ന് വിചാരിക്കാം. അതായത് ഒരു 10 ട്രയൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ 2 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം ഒന്ന് ടോസിങ് എ കോയിനാണ്. രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് പാസ് ഓർ ഫെയിൽ ഇൻ ആൻ എക്സാം. അതായത് ഒരു എക്സാമിൽ എത്ര ആൾ പാസ്സായി എത്ര ആൾ ഫെയിലായി എന്നുള്ളത് വേറൊരു എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ട്രയൽസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കണം. നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കണം. അതായത് ഇത്ര ട്രയൽസ് നടത്തി എന്നുള്ള ആ ഒരു എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. 10 20 അല്ലെങ്കിൽ 100 ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം, ഫിക്സ്ഡ് ആയിരിക്കണം. പിന്നെ 2 ഔട്ട്കംസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നിക്ക് സക്സസ് അല്ലെങ്കിൽ ഫെയിലർ, അങ്ങനെ 2 ഔട്ട്കംസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അത് 2 ഔട്ട്കംസാണ് ഉള്ളത്. ഒന്നിക്ക് ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടൈൽ കിട്ടും. ഹെഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഹെഡിൻ്റെ 2 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സക്സസ് എന്ന് പറയുന്നത് ഹെഡാണ്. അപ്പോൾ നമുക്ക് സക്സസ് എന്ന് പറയുന്നത് ഇവിടെ ഹെഡും അതുപോലെ തന്നെ ടൈൽ കിട്ടുക എന്ന് പറയുന്നത് ഫെയിലറും ആയിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യനിൽ എന്താണ് തരുന്നത് അതുപോലെയായിരിക്കും നമ്മുടെ സക്സസ് ഏതാണോ ഫെയിലർ ഏതാണോ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ടൈൽ കിട്ടാനുള്ള ചാൻസാണ് ചോദിച്ചെങ്കിൽ നമ്മൾ ടൈൽ കിട്ടാനുള്ള ആ ഒരു ടൈൽ കിട്ടുന്നത് സക്സസ് ആയിട്ടും ഹെഡ് കിട്ടുന്നത് ഫെയിലറായിട്ടുമാണ് നമ്മൾ കാണാം. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പോലെ കിട്ടും. അത് രണ്ടാമത്തെ കണ്ടീഷൻ അതാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രയൽസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് നമ്മൾ നടത്തുന്ന ട്രയൽസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന എല്ലാ ട്രയൽസും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. ഇനി മറ്റൊരു കാര്യം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എറിയുന്ന സമയത്ത് അതിൽ 1 തൊട്ട് 6 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, അല്ലെങ്കിൽ 2 തവണ 6 കിട്ടാൻ അല്ലെങ്കിൽ 3 തവണ 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടുക എന്ന് പറയുന്നത് സക്സസ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ബാക്കി ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അത് ഫെയിലർ ആയിരിക്കും. അത് 3 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു ഇത് ഫെയിലറായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് ഈ ഒരു സക്സസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ട്രയലുള്ള സക്സസിൻ്റെ പ്രോബബിലിറ്റിയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഈ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓരോ ട്രയലിലും നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്നുണ്ടായിരിക്കും. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡൈസ് എറിയുന്ന സമയത്ത് 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓരോ ട്രയലും എന്താണ് 1/6 ആയിരിക്കും. അപ്പോൾ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കാം. അതാണ് നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണെന്ന് വിചാരിക്കാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കാണണം എന്നാണെങ്കിൽ നമ്മുടെ ഹെഡാണ് സക്സസ് എങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് പി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്മോൾ ലെറ്റർ ക്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലർ ആയിരിക്കും. അതായത് ടൈൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആയിരിക്കും സ്മോൾ ക്യൂ എന്ന് പറയുന്നത്. അത് 1 - p ആയിരിക്കും. കാരണം ഒന്ന് സക്സസ് എന്ന് പറയുന്നതിൻ്റെ പ്രോബബിലിറ്റി പി ആണെങ്കിൽ ഫെയിലറിൻ്റെ പ്രോബബിലിറ്റി 1 - p ആയിരിക്കും. അതായത് നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ 1 - ഈ സക്സസിൻ്റെ പ്രോബബിലിറ്റി എന്താണോ അതായിരിക്കും സക്സസ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൈസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഡൈസ് എറിയുന്ന സമയത്ത്
പിന്നെ നമുക്ക് 6 കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പോൾ 6 കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? അത് 1 - 1/6 ആയിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി മൈനസ് 6 കിട്ടുന്ന പ്രോബബിലിറ്റി എത്രയാണോ അതായിരിക്കും നമുക്ക് 6 കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എൻ കെ പി റേസ് ടു കെ 1 - p റേസ് ടു n - k എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ പി എന്ന് പറയുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ഇൻ n ട്രയൽസ് ആണ്. നമ്മൾ n ട്രയൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് സക്സസ് എത്രയാണോ അതായിരിക്കും ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് നമ്മൾ എത്ര ട്രയൽസ് നടത്തി അതാണ് സ്മോൾ എന്ന് പറയുന്നത്. സ്മോൾ കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ്. ഇത് എക്സ് ഈക്വൽ ടു കെ ആണല്ലോ, അപ്പോൾ നമ്പർ ഓഫ് സക്സസ് ആണ്. അപ്പോൾ എത്ര സക്സസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. കാരണം 2 തവണ ഹെഡ് കിട്ടണം. ഹെഡ് എന്ന് പറയുന്നതാണ് സക്സസ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വരിക. പിന്നെ സ്മോൾ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ. ഓരോ ട്രയലിലുള്ള സക്സസിൻ്റെ പ്രോബബിലിറ്റി ആയിരിക്കും സ്മോൾ പി എന്ന് പറയുന്നത്. 1 - q എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആയിരിക്കും. ഇവിടെ എൻ കെ എന്ന് പറയുന്നത് നമ്മുടെ ബൈനോമിയൽ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. ബൈനോമിയൽ കോയിഫിഷ്യൻ്റ് കാണേണ്ട ഒരു ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ ഇൻറ്റു n - k ഫാക്ടോറിയൽ ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ബൈനോമിയൽ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് μ ഈക്വൽ ടു എൻ പി ആയിരിക്കും. n വെച്ച നമ്പർ ഓഫ് ട്രയൽസ് ആണ്. സ്മോൾ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. അങ്ങനെയാണെങ്കിൽ വാരിയൻസ് എന്ന് പറയുന്നത് σ² ഈക്വൽ ടു NPQ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ ആയിരിക്കും. അത് √NPQ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കൊരു ഇതിൻ്റെ ഒരു സിമെട്രിക് കേസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, സിമെട്രിക് കേസ് എന്ന് പറയുമ്പോൾ ഈ സക്സസും ഫെയിലറും ഒരുപോലെയാണെന്ന് വിചാരിക്കാം. അതായത് പിയും ക്യൂവും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അത് 1/2 ആണെന്ന് വിചാരിക്കാം. അതായത് ഈ ഒരു സക്സസിൻ്റെ പ്രോബബിലിറ്റിയും ഫെയിലറിൻ്റെ പ്രോബബിലിറ്റിയും തുല്യമാണെന്ന് വിചാരിക്കാം. ഈ കോയിൻ്റെ കേസ് തന്നെ തുല്യമാണ്. കാരണം ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. ടൈൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 തന്നെയാണ്. അപ്പോൾ ആ ഒരു കേസിൽ പിയും ക്യൂവും തുല്യമാണ്. 1/2 തന്നെയാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇത്തരം കേസിൽ നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എൻ കെ. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് പി റേസ് ടു കെ എന്നും 1 - NK കഴിഞ്ഞിട്ട് പി റേസ് ടു കെ എന്നും 1 - p റേസ് ടു n - k എന്നുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇക്വേഷനിൽ പിക്കും 1/2 എന്ന് വരും. 1 - p എന്ന് പറയുന്നതും 1/2 വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ 1/2 റേസ് ടു കെ 1 - 1/2 തന്നെ 1/2 റേസ് ടു n - k എന്ന് കിട്ടും. ഫൈനലി നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നതാണ്. കാരണം കെയും നമ്മൾ ഇവിടെ 1/2 കോമൺ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ 1/2 കോമൺ ആക്കി എടുത്തിട്ട് കെ എന്ന പവർ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. മീൻസ് ഇവിടെ 1/2 റേസ് ടു കെ ഇൻറ്റു 1/2 റേസ് ടു n - k എന്നുള്ളത് നമ്മൾ കെ പ്ലസ് n - k എന്ന് കിട്ടും. അത് കെയും ക്യാൻസലായിട്ട് n എന്ന് മാത്രം വരും. അത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നതാണ്. അടുത്തത് മീൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഈ ഒരു സിമെട്രിക് കേസിൽ മീൻ എന്ന് പറയുന്നത് μ ഈക്വൽ ടു n/2 ആയിരിക്കും. കാരണം മീനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NP ആണ്. ഇവിടെ പിയും ക്യൂവും തുല്യമാണ്. അത് 1/2 ആണ്. നമുക്ക് μ ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അതുപോലെ തന്നെ വാരിയൻസ് എന്ന് പറയുന്നത് σ², അത് NPQ ആണ്. അത് n × 1/2 × 1/2. പിയും ക്യൂവും 1/2 ആണ്. അപ്പോൾ n/4 എന്ന് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് എ കോയിൻ ഈസ്
ടോസ് 3 times വിചാരിക്കുക. അതായത് നമ്മൾ ഒരു കോയിന് നമ്മൾ 3 തവണ ടോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ probability ഓഫ് 2 heads. 3 തവണ എറിഞ്ഞപ്പോൾ നമുക്ക് 2 തവണയും ഹെഡ്സ് കിട്ടാനുള്ള സാധ്യത എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സക്സസ് നമുക്കറിയാം. നമ്പർ ഓഫ് സക്സസ് എന്ന് വെച്ചാൽ ഹെഡ്, ഓരോ ട്രയലിലും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത്. അത് സ്മോൾ ലെറ്റർ p = 0.5 ആയിരിക്കും, അതായത് 1/2 ആയിരിക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads, അതാണ് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അത് p of x, x = 2, അതായത് p of x = 2, അതായത് ഇവിടെ k എന്ന് പറയുന്നത് 2 ആണ്. നമ്മുടെ ഇക്വേഷൻ പ്രകാരം k എന്ന് പറയുന്നത് 2 ആണ്. ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. n-ന് പകരം 3 കൊടുക്കുന്നു. അതുപോലെ തന്നെ kക്ക് പകരം നമ്മൾ n-ന് പകരം 3 കൊടുക്കുന്നു, kക്ക് പകരം 2 കൊടുക്കുന്നു. സ്മോൾ p എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. അങ്ങനെ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നതാണ്. ഇനി അവിടെ നമ്മൾ 3, 2 എന്ന് പറയുന്നത് ഈ ബൈനോമിയൽ കോയിഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. ഫൈനലി നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റിക്കുള്ള ആ വാല്യൂ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. അതാണ് നമ്മുടെ ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റിംഗ് കേസാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസാണ്. അതായത് നമ്മൾ p 0-ലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്മോൾ ലെറ്റർ p എന്ന് വെച്ചാൽ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ എന്ന് പറയുന്നതാണ് സ്മോൾ ലെറ്റർ p എന്ന് പറയുന്നത്. ഈ സ്മോൾ ലെറ്റർ p എന്ന് പറയുന്നത് 0-ലേക്ക് ടെൻഡ് ചെയ്യുകയും നമ്പർ ഓഫ് ട്രയൽസ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഈ ഒരു മീൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂവിലേക്ക് അപ്രോച്ച് ചെയ്യും. മീ ഈക്വൽ ടു NP എന്ന് പറയുന്ന മീൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂവിലേക്ക് അപ്രോച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കേസിലേക്ക് മാറും. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാലും ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഒക്കറിങ് ഇൻ എ ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം. അതായത് ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈമിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പേസിലോ ആറ്റം ഒരു എത്ര നമ്പർ ഓഫ് ഇവൻറ്റ്സ് നടക്കുന്നു, ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ എത്ര നമ്പർ ഓഫ് ഇവൻറ്റ്സ് നടക്കുന്നതിൻ്റെ ആ ഒരു സാധ്യത, ഇത്രയും ഇവൻറ്റ്സ് നടക്കാനുള്ള സാധ്യതയെക്കുറിച്ചിട്ടാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് ഡെഫിനിഷൻ്റെ അർത്ഥം മനസ്സിലാവും. അതായത് ഇപ്പോൾ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മൾ ഒരു മണിക്കൂറിൽ 2 കോൾസ് വരുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത മണിക്കൂറിൽ 4 കോൾസ് വരാനുള്ള സാധ്യത എത്ര? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിലാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് p of x = k = λ⁻k × e⁻⁴ ഫാക്ടോറിയലാണ്. ഇവിടെ k എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇവൻറ്റ്സ് ആണ്. k എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ആണ്, അതായത് എത്ര കോൾ വന്നു, അതാണ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ലാംഡ എന്ന് പറയുന്നത് ആവറേജ് നമ്പർ ഓഫ് ഇവൻറ്റ്സിൻ്റെ ഇൻ്റർവെല്ലാണ്. അതായത് ആവറേജ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ആവറേജ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് എത്രയാണ് ഈ ഒരു സമയത്തിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ലാംഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. കാരണം ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇമെയിൽസ് റിസീവ്ഡ് പെർ ഹവർ, അതായത് ഒരു മണിക്കൂറിൽ എത്ര ഇമെയിൽസ് വരുന്നു, ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇമെയിൽസ് വരുന്നെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് കാണണമെങ്കിൽ അതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ലാംഡ എന്ന് പറയുന്നത്
ഈ ഒരു മണിക്കൂറിൽ എത്ര ഏവറേജ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് വരുന്നുണ്ട്, അതാണ് ലാംഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഡിക്കേ ഇവൻറ്റ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര റേഡിയോ ആക്റ്റീവ് ഡിക്കേ നടക്കുന്നു, അതിൻ്റെ പ്രോബബിലിറ്റി കാണുക എന്ന് പറയുന്നതും ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ ധാരാളം എക്സാമ്പിൾസ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നുണ്ട്. അതിൽ 2 എക്സാമ്പിൾസ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി അടുത്തത് ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്, ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു ലാംഡ ആയിരിക്കും. അതുപോലെ തന്നെ വാരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു അതും ലാംഡ തന്നെയായിരിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വാരിയൻസും തുല്യമായിരിക്കും, അത് ലാംഡ ആയിരിക്കും. ലാംഡ എന്ന് പറയുന്നത് ഏവറേജ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് പെർ ഇൻ്റർവൽ, അതായത് ഇൻ ദ ഇൻ്റർവൽ, അതാണ് ലാംഡ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അത് നോക്കുമ്പോൾ നമുക്ക് ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ കോൾ സെൻറ്റർ റിസീവ് 4 calls per hour ഓൺ ആവറേജ്. അതായത് ഒരു കോൾ സെൻറ്ററിൽ ഒരു മണിക്കൂറിൽ 4 കോൾസ്, ആവറേജ് നമ്പർ ഓഫ് കോൾസ് എന്ന് പറയുന്നത് 4ആണ്. ഒരു മണിക്കൂറിൽ ഇത്ര 4 കോൾസാണ് ഏവറേജ് കണക്കായിട്ട് പറയുന്നത്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 6 calls ഇൻ നെക്സ്റ്റ് ഹവർ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഹവറിൽ 6 കോൾസ്, കറക്റ്റ് 6 കോൾസ് കിട്ടാനുള്ള ഒരു ലഭിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. കാരണം ഒരു ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഇവൻറ്റ്സ് നടക്കാനുള്ള സാധ്യതയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ഇവൻറ്റ്സ് കെ എന്ന് പറയുന്നത് 6 ആണ്. അതായത് 6 നമ്പർ ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കോൾസ്. 6 കോൾസാണ് നമുക്ക് വരുന്നത് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നമ്പർ ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് കെ ഈക്വൽ ടു 6 ആണ്. ആവറേജ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് പെർ ഇൻ്റർവൽ, അതായത് ലാംഡ ഈക്വൽ ടു 4 ആയിരിക്കും. അത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റിൻ്റെ ഇക്വേഷനിൽ നമുക്ക് ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പി ഓഫ് എക്സ് ഈക്വൽ ടു 6 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 4⁻6 ഇൻറ്റു e⁻⁴/6 ഫാക്ടോറിയൽ 0.1 എന്ന് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് എന്താണ് സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്നാണ്. സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, ഹൈപ്പർ ജോമെട്രിക് ഫംഗ്ഷൻ. സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഐറ്റം സെലക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതിനുശേഷം നമ്മളത് തിരിച്ചു വെക്കുന്നില്ല എങ്കിൽ, അത് റീപ്ലേസ്മെൻറ്റ് നടത്തുന്നില്ല എങ്കിൽ, അതിനാണ് സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബോക്സിൽ നിന്നും ഒരു ബോൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ട്രയലിൽ തന്നെ നമ്മളൊരു ബോൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു വെക്കുന്നില്ല. തിരിച്ചു വെക്കാതെ രണ്ടാമതും വീണ്ടും നമ്മൾ ബോൾ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഓരോ കേസിലും നമ്മൾ തിരിച്ചു വെക്കാതെയാണ് ബോളുകൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കില്ല, അത് ഡിക്രീസ് ചെയ്യും, കുറഞ്ഞു വരും. നമ്മൾ തിരിച്ചു വെക്കുന്നില്ല ബോൾസൊന്നും. ഈ ഒരു കേസിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ചേഞ്ച് ചെയ്യും. ഓരോ ട്രയലിലും അല്ലെങ്കിൽ ഓരോ തവണയും പ്രോബബിലിറ്റി ഓഫ് സക്സസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറും ഈ ഒരു കേസിൽ. അപ്പോൾ ഇത്തരം കേസിലാണ് നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബോക്സിൽ n നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്, ക്യാപിറ്റൽ N നമ്പർ ഓഫ് ബോൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ m നമ്പർ ഓഫ് റെഡ് ബോൾസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ റെഡ് ബോൾസ് നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും തിരിച്ചു വെക്കുന്നില്ല, അല്ലെങ്കിൽ റെഡ് ബോൾസ് എല്ലാം നമ്മൾ ഓരോ തവണ ബോൾ എടുക്കുമ്പോഴും തിരിച്ചു വെക്കുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് n എന്നുള്ളത് കുറഞ്ഞു വരും. ക്യാപിറ്റൽ N കുറഞ്ഞു വരും ഓരോ തവണ നമ്മൾ ഈ ഒരു ട്രയൽ നടത്തുമ്പോഴും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് റെഡ് ബോൾ എടുക്കുന്നതാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ കേസിലും ഈ ഒരു റെഡ് ബോളിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരും. കാരണം n/n ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ റെഡ് ബോൾ എന്ന് പറയുന്നത്. n കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോബബിലിറ്റിയും കുറയും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി കോൺസ്റ്റൻ്റ് അല്ലാത്ത കണ്ടീഷനായിട്ട് മാറി. അപ്പം നമുക്കറിയായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ സ്മോൾ p എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിരുന്നു, അത് കോൺസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഇത് കോൺസ്റ്റൻ്റ് അല്ലാതെ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം കേസിലാണ് നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്.
ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു ബൈനോമിയൽ കോയിഫിഷ്യൻ എം കെ ഇൻറ്റു ബൈനോമിയൽ കോയിഫിഷ്യൻ എൻ മൈനസ് എം എൻ സ്മോൾ എൻ മൈനസ് കെ ഡിവൈഡഡ് ബൈ ബൈനോമിയൽ കോയിഫിഷ്യൻ ക്യാപിറ്റൽ എൻ സ്മോൾ എൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ക്യാപിറ്റൽ എൻ സ്മോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ വേസ് ടു ചൂസ് സാമ്പിൾ ചൂസ് ചെയ്യാനുള്ള ടോട്ടൽ വേസ് എത്രയാണെന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കോയിഫിഷ്യൻ്റ് എം കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേസ് ടു ചൂസ് കെ സക്സസ്. കെ നമ്പർ ഓഫ് സക്സസ്സിൽ ചൂസ് ചെയ്യാനുള്ള വ്യത്യസ്ത രീതികളാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എൻ മൈനസ് എം സ്മോൾ എൻ മൈനസ് കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വേസ് ടു ചൂസ് ഫൈലേഴ്സാണ്. ഫൈലർ ചൂസ് ചെയ്യാനുള്ള രീതികളാണ് ഇത് നോക്കുന്നത്. അങ്ങനെയാണ് മീൻ ഓഫ് ദ ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മീൻ ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആയിരിക്കും. വാരിയൻസിൻ്റെ ഇക്വേഷനും ഇവിടെ തന്നിട്ടുണ്ട്. സ്മോൾ എൻ ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ എൻ മൈനസ് എം ഇൻറ്റു ക്യാപിറ്റൽ എൻ മൈനസ് സ്മോൾ എൻ ബൈ എൻ സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് 1 എന്ന ഇക്വേഷൻ വെച്ചിട്ട് സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എ ബോക്സ് കണ്ടെയ്ൻസ് ടോട്ടൽ 10 balls among 4 red and 6 blue balls. If you draw 3 balls without replacement, പ്രത്യേകം പറയുന്നത് റീപ്ലേസ്മെൻറ്റ് നടത്താതെയാണ് നമ്മൾ 3 ബോൾസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബോക്സിൽ എത്രയുണ്ട്? 10 ബോൾസ് ഉണ്ട്. 4 റെഡ് ബോൾസാണ്, 6 ബ്ലൂ ബോൾസാണ്. അതിൽ 3 ബോൾസ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യാതെ എടുത്തിട്ടുണ്ട്, തിരിച്ച് വെക്കാതെ 3 തവണ ബോൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 റെഡ് ബോൾസ്? അപ്പോൾ എക്സാക്ട്ലി 2 റെഡ് ബോൾസ് കിട്ടുവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് നടത്താത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഫിക്സ്ഡ് അല്ല, പ്രോബബിലിറ്റി കോൺസ്റ്റൻ്റ് അല്ല, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടൈൽസ് ഇൻഡിപെൻഡൻ്റ് അല്ല, പകരം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് തിങ്സ് തന്നിട്ടുണ്ട്, അത് n ഈക്വൽ ടു 10 ആണ്. പിന്നെ നമ്പർ ഓഫ് റെഡ് ബോൾസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ഈക്വൽ ടു 4 ആണ്. പിന്നെ നമ്പർ ഓഫ് ഡ്രോസ്, അതായത് നമ്പർ ഓഫ് ട്രയൽസ് എന്നെല്ലാം പറയുന്നത് നമ്പർ ഓഫ് ഡ്രോസ് സ്മോൾ എൻ ഈക്വൽ ടു 3, അത് 3 തവണ നമ്മൾ ബോൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് സ്മോൾ കെ ഈക്വൽ ടു 2 ആണ്. അതുപോലെ പ്രോബബിലിറ്റിൻ്റെ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷനിൽ ഓരോ വാല്യൂസും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കേക്ക് പകരം 2 കൊടുക്കുന്നു, എമ്മിന് പകരം 4 കൊടുക്കുന്നു, സ്മോൾ കേക്ക് പകരം 2 കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ 3 ബൈനോമിയൽ കോയിഫിഷ്യൻറ്റിൻ്റെയും ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് 3 ബൈനോമിയൽ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിവിടെ നമ്മൾ ഏറ്റവും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഈ 3 ഡിസ്ട്രിബ്യൂഷനും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിലും പ്രോബബിലിറ്റി തന്നെയാണ് നമുക്ക് തരുന്നത്. പക്ഷേ ഓരോതിൻ്റെ കേസ് ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കേസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഫിക്സഡ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഫിക്സഡ് ആണ്. അതുപോലെ തന്നെ ട്രയൽസിൻ്റെ നമ്പർ ഇൻഡിപെൻഡൻ്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഫിക്സഡ് അല്ല, അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് കോൺസ്റ്റൻ്റ് അല്ല, നമ്പർ ഓഫ് ട്രയൽസ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴാണ്. ധാരാളം നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടെങ്കിലാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. അതൊരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ആവറേജ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സാധ്യത എത്രയാണ്, ഒരു പർട്ടിക്കുലർ ഇവൻറ്റ്സ് നടക്കാനുള്ള സാധ്യത എത്രയാണ്, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഒരു പർട്ടിക്കുലർ ഇവൻറ്റ്സ് നടക്കാനുള്ള സാധ്യത എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു ടോപ്പിക്കിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്.